ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ട പുരുഷൻ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ആവാം, നിങ്ങളുടെ ലവർ ആകാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, ആര് തന്നെ ആയിക്കോട്ടെ. അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ അതെയോ നിങ്ങളെ വെറുതെ കളിപ്പിക്കുകയാണോ? അത്തരത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. അത്തരം വ്യക്തികൾ കാണിക്കുന്ന കുറച്ച് അടയാളങ്ങൾ അല്ലെങ്കിൽ സയൻസ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഫസ്റ്റ് പറയുന്നത്, അവരൊരിക്കലും നിങ്ങളെ അവരുടെ ഫാമിലിക്കോ, അതായത് ആ വ്യക്തി നിങ്ങളുടെ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട് ആയിരിക്കാം, ലവർ ആയിരിക്കാം, അങ്ങനെയുള്ള ആ വ്യക്തി അവരൊരിക്കലും നിങ്ങളെ അവരുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ, ക്ലോസ് ഫ്രണ്ട്സിനോ ഒന്നും ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയില്ല, നിങ്ങളെ പരിചയപ്പെടുത്തുകയില്ല. നിങ്ങളെ എപ്പോഴും അവർ ഹൈഡ് ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് പോലും, ഒരുപക്ഷെ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരെ കണ്ടുമുട്ടിയാൽ പോലും ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് അവർക്ക് യാതൊരുവിധ അറിവും ഉണ്ടായിരിക്കില്ല. ആദ്യമായിട്ടായിരിക്കും അവരിങ്ങനെ ഒരാളെക്കുറിച്ച് കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും എല്ലാം. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ, ഇവരൊരിക്കലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ച് അറിയാനോ അവരെ മീറ്റ് ചെയ്യാനോ ഒന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതിനൊന്നും യാതൊരുവിധ ഇൻട്രസ്റ്റും കാണിക്കുകയേയില്ല. മൂന്നാമത്തെ പോയിന്റ്, അവർ നിങ്ങളുടെ കൂടെയുള്ള ഫോട്ടോസ് എടുക്കുന്നതിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഫോട്ടോ എടുത്താൽ തന്നെ അത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്നതിനോടോ അവർക്ക് യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരിക്കുകയില്ല. അവർ മാക്സിമം അത് അവോയ്ഡ് ചെയ്യും. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ അതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളും പറയാനാണ് സാധ്യതയുള്ളത്. മാക്സിമം അത് അവർ അവോയ്ഡ് ചെയ്യും. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇവർ നിങ്ങളുമായിട്ടുള്ള സമയം അത് സ്വകാര്യമായിട്ട് മാത്രമായിരിക്കും കീപ്പ് ചെയ്യുന്നത്. വേറെ ആരും അറിയാനോ അതുപോലെ തന്നെ പബ്ലിക്കായിട്ടുള്ളൊരു പ്ലേസിൽ വെച്ച് കാണാനോ പുറത്തൊരു ഔട്ടിങ് പോകാനോ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇവർക്ക് ഒരു മടി അനുഭവപ്പെടുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു മടി കാണിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എപ്പോഴും സ്വകാര്യമായിട്ടുള്ള സമയം മാത്രമായിരിക്കും ഇവർ ഇഷ്ടപ്പെടുന്നതും അതിനു വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇവർ പരിശ്രമിക്കുന്നതും. അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ, അവർ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഫ്യൂച്ചർ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് മാത്രമുള്ള ഫ്യൂച്ചർ ആണെങ്കിലും ശരി, അതിനെക്കുറിച്ചൊന്നും അവർ കൂടുതലായിട്ട് ചോദിക്കുകയോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ പോലും അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകാനാണ് സാധ്യത. പിന്നെ ഇത്തരത്തിലുള്ള ആളുകൾ കാണിക്കുന്ന മറ്റൊരു അടയാളമാണ്, അവരുടെ ഫോൺ അവർ യൂസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഉള്ളപ്പോഴാണെങ്കിലും അവരെപ്പോഴും അത് ഹൈഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആ ഫോൺ നമ്മളൊന്ന് ടച്ച് ചെയ്യാനായിട്ട് പോലും അവർ സമ്മതിക്കുകയില്ല. ഇല്ലെങ്കിൽ അതിലേക്ക് നമ്മളുടെ ഒരു നോട്ടം എത്തുന്നത് പോലും അവർ മാക്സിമം ഒഴിവാക്കും. ഇനി അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും ഇവർക്ക് യാതൊരുവിധ താല്പര്യവും ഉണ്ടാവുകയില്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിലും അവരത് കേൾക്കാനും താല്പര്യപ്പെടുകയില്ല. അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ അവരെ എന്തെങ്കിലും ഒരു സഹായത്തിന് വിളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സമയത്ത് നിങ്ങൾക്കൊന്ന് സപ്പോർട്ടായിട്ട് നിൽക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും ഇവർ അവൈലബിൾ ആയിരിക്കില്ല. അവർക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റും അതിനുണ്ടാവുകയില്ല. അതുപോലെ ഇത്തരം ആളുകൾ കാണിക്കുന്ന മറ്റൊരു സൈനാണ് ഫേക്കായിട്ടുള്ള പ്രോമിസസ് നൽകുന്നു. അതായത് അവർക്ക് ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അവർ ചിന്തിക്കുന്നേ ഇല്ല. അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ നിനക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത്തരത്തിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ല. പക്ഷേ ഇതൊന്നും ഒരിക്കലും അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിട്ടോ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരിക്കലും അവരതിനു വേണ്ടി ശ്രമിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നതായിട്ടോ നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് ഉണ്ടാവുകയില്ല. ഇനി ഇത്തരത്തിൽ നിങ്ങളെ കളിപ്പിക്കുന്ന ആളുകൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങളോട് നല്ല രീതിയിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലൊരു രീതിയിലായിരിക്കില്ല ഇവർ ഇടപഴകുന്നത്. പക്ഷെ നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിലായിരിക്കും. കാരണം ജെനുവിൻ അല്ല അവർ എന്നതിൻ്റെ ഒരു സൈനാണിത്. അത്തരത്തിൽ ജെനുവിൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ അങ്ങനെ ഒരു എംബ്രസ് ചെയ്ത് പിടിച്ച് നിർത്താനായിട്ട് അവരങ്ങനെ ശ്രദ്ധിക്കുകയില്ല. മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്നത് ഒരുപക്ഷെ അവരുടെ ഒറിജിനൽ സ്വഭാവമായിരിക്കും. നിങ്ങളുടെ അടുത്ത് അവർ അഭിനയിക്കുകയാണെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനി അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ, നിങ്ങളെക്കുറിച്ച് അവർ ഒരിക്കലും നല്ലൊരു അഭിപ്രായം പറയുകയില്ല. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ മൈനസുകൾ അവർ എപ്പോഴും എടുത്ത് കാണിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കണമായിരുന്നു, അങ്ങനെ പ്രവർത്തിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് കൊള്ളത്തില്ല, നിങ്ങളപ്പോൾ സംസാരിച്ചത് ശരിയായില്ല. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതലും ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തത് വളരെ നന്നായി, നീ അവിടെ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നീ എന്നോട് സംസാരിച്ച വിധം എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ അങ്ങനെ ചെയ്യണത് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ നീ അത്തരത്തിലിരിക്കുന്നത് നല്ല ഭംഗിയാണ്, അങ്ങനെയുള്ള ഒരു വാക്കുകളും അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് അവർക്ക് തന്നെ ഒരു വ്യക്തത ഉണ്ടായിരിക്കില്ല. കാരണം അവർ ചില സമയത്ത് പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ യാതൊരു ലിങ്കും ഉണ്ടായിരിക്കുകയില്ല.
പിന്നെ നമ്മൾ പറഞ്ഞൊരു പോയിന്റാണ് സ്വകാര്യമായിട്ട് മാത്രം അവർ നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതും അവരുടെ സൗകര്യത്തിന് മാത്രമായിരിക്കും നിങ്ങളെ മീറ്റ് ചെയ്യുന്നതും നിങ്ങളുമായിട്ട് സമയം പങ്കിടുന്നതും. നിങ്ങളെ ജെന്യുവനായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊരിക്കലും ഇങ്ങനെ ചെയ്യുകയില്ല. നിങ്ങളുടെ സമയത്തിനും നിങ്ങൾക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷേ നിങ്ങൾ ജെന്യുവനായിട്ട് അല്ല, നിങ്ങളെ കളിപ്പിക്കുന്ന ഒരാളാണ് എങ്കിൽ അവരുടെ സൗകര്യം മാത്രമായിരിക്കും എപ്പോഴും നോക്കുന്നത്. അതുപോലെ ഇത്തരം ആളുകൾ കാണിക്കുന്ന മറ്റൊരു സൈനാണ്, ബാക്കിയുള്ള സമയത്ത് എല്ലാം ബിസി ആയിരിക്കും, പക്ഷേ ലേറ്റ് നൈറ്റ് ടോക്സ് അത് അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഇത്തരം ആളുകൾ കാണിക്കുന്ന മറ്റൊരു സൈനാണ്, ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് അവർ നമ്മളെ ഒറ്റയ്ക്കാക്കും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തും. ഒരു സമയത്ത് അവർ നമ്മുടെ കൂടെ നിൽക്കുന്ന പോലെയും അത് ഒരുപാട് അടുപ്പം കാണിക്കുന്ന പോലെ എല്ലാം സംസാരിക്കും. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് പിറ്റേ ദിവസം ഇതൊന്നും ഇല്ലാത്ത ഒരാളെ പോലെ അവർ ആക്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അല്ലെങ്കിൽ അവരൊട്ടും അവൈലബിൾ ആയിരിക്കില്ല. അടുത്ത ദിവസം തൊട്ട് കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും അവരതുപോലെ തന്നെ തിരിച്ചു വരുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത്തരം ബന്ധങ്ങളിൽ നമുക്ക് പോലും ഒരു സംശയം തോന്നിപ്പോവും, ഇത് ശരിക്കും ഒരു ബന്ധമാണോ അതോ വെറും ഒരു സാഹചര്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഉണ്ടാവുന്നതാണോ എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയം തോന്നും. അതുപോലെ ഇത്തരം ആളുകൾ കാണിക്കുന്ന മറ്റൊരു സൈനാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺട്രോളിങ് ആക്ഷൻസ് എന്ന് പറയാം. നിങ്ങളെ കൂടുതലായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ തീർത്തും മാറ്റി അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളെ കാര്യങ്ങൾ ചെയ്യുകയും ചിന്തിപ്പിക്കുകയും വരെ ചെയ്യാനായിട്ട് ഇവർ ശ്രദ്ധിക്കും. ഈ പറഞ്ഞ സൈനുകളെല്ലാം നിങ്ങളെ ജെന്യുവൻ അല്ലാതെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ നിങ്ങളെ കളിപ്പിക്കുന്ന ആളുകളുടെ, നിങ്ങളോട് ആത്മാർത്ഥത ഇല്ലാത്ത വ്യക്തികൾ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നിങ്ങളെ ജെന്യുവനായിട്ട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജെന്യുവനായിട്ട് നിൽക്കുന്ന വ്യക്തികളെ കണ്ടെത്താനും നല്ലൊരു ജീവിതം തുടർന്ന് കൊണ്ടുപോകാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്